ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. നെറ്റ്ഫ്ലിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ ക്ലിക്ക്വുഡിലേക്ക് കുറച്ച് ആൾക്കാരെ കൂടി വാങ്ങിയിട്ടുണ്ട്. നമുക്ക് കാണിച്ചു തരാം. ഞാൻ ആദ്യം ഇവരാണ് ആൾക്കാർ. ഇവരെ നമുക്ക് ക്ലിക്ക്വുഡിലേക്ക് തുറന്നു വിടാം. ഇതിൻ്റെ പേര് ബൺകുയിൽ എന്നാണ്. വെള്ളം നമുക്കത് ക്ലിക്ക്വുഡിലേക്ക് കയറാം. എന്നിട്ട് നമുക്ക് ഇവനെ തുറന്നു വിടാം. ബാ. അപ്പോൾ നമ്മളിതിനെ വാങ്ങിക്കാനുള്ള കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോൻ്റെ അടിയിലും കുറച്ച് കമൻസ് എല്ലാം വന്നിട്ടുണ്ട്. നിലത്ത് ഇങ്ങനെ നമ്മൾ നിലത്ത് വേണം ഇങ്ങനെ ഫുഡെല്ലാം ഇവർ തിന്നിട്ടുള്ള ബാക്കിയും എല്ലാം ഇങ്ങനെ പറക്കും വെള്ളമുള്ളതെല്ലാം ഇങ്ങനെ നിലത്ത് വീണിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തിന്നേണ്ടി വേസ്റ്റായി പോകാണ്ട് കണ്ടിട്ട് നമ്മൾ ഇതിനെ വാങ്ങി. ഇവരാകുമ്പോൾ ഇതെല്ലാം ഫുഡെല്ലാം ഇങ്ങനെ കഴിച്ചിട്ട് ഫുള്ള് നമ്മളെ കൂടെല്ലാം വൃത്തിയായിക്കോളും. അതുകൊണ്ടാണ് ഇവരെ വാങ്ങിയത്. നമുക്കിതിനെ തുറന്നു വിടാം. ഭയങ്കരമായിരിക്കും. അപ്പോൾ അമ്മയുണ്ട് വന്നിട്ട്. അപ്പം നമുക്ക് ഇനി തുറന്നു വിടാം. നമുക്ക് ഈ പക്ഷീനെ കുറച്ച് പേടിയുണ്ട്. ഇനി നമുക്കിതിനെ തുറന്നു വിടാം. ഞാൻ പിടിച്ച് കാണിച്ചു തരാം. പിടിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ് നോക്കാം. ഇത് ഏകദേശം ചെറിയ കാട തന്നെയാണ്, ഫാൻസി കാടയാണ്. ഇതിൻ്റെ ബൺകുയിൽ എന്നാണ് ഇതിൻ്റെ പേര്. ഇതാണ് ആള്. ഇത് കാടയാണെങ്കിൽ കുറച്ച് പിന്നെ ഹൈറ്റിനെല്ലാം പറക്കും സംഭവം. ഏകദേശം ഇത്ര വണ്ണേ ആവും. എന്നാലും നമുക്കിന്നെ പറത്താം. എന്തിനാ പക്ഷി മേല് വരുന്നേരാ പറത്തട്ടാ. പോയി പൊട് പൊട്. കൂട്ടുന്ന ഇത്രയേരം തുള്ളിയുണ്ടോ? ഓടാ. നമുക്ക് നിലത്ത് വെച്ചു കൊടുക്കാൻ. പോയിക്കോ. ബാക്കി എല്ലാത്തിനും നമുക്ക് തുറന്നു വിടാം. നമ്മളൊരു 6 പീസ് വാങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. ഇന്നലെ രാത്രിയാണ് വന്നത്. ഏകദേശം ഒരു മണിയായി പോയിട്ട് എടുക്കുമ്പോൾ. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാഞ്ഞ. ഇത് വേറൊരു കളറാണ്. അത് പോയി, പറന്നുപോയി. അപ്പോൾ ഇതാ അയാളിവിടെ പറഞ്ഞിട്ട് ഇവിടെ വീണിട്ടുണ്ട്. ഏകദേശം നമ്മളെ ഡയമണ്ട് ഡൗണ്ടിലൊക്കെ വലിപ്പം തന്നെയുള്ളൂ. നല്ല രസമുണ്ട്. ചെറിയൊരു കോഴീനെ പോലത്തെ. ഇവർ ഇതിനകത്തുള്ള ചെറിയ പ്രാണികളും അല്ല പല്ലുകളോ പാറ്റകളോ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അവരെല്ലാം കുത്തിയിട്ട് പായിച്ചോളും. നമ്മളൊരു കൂടിനൊരു പ്രൊട്ടക്ഷൻ പോലെയാണ് ഇവർ. നമ്മളെ ലവേഴ്സിൽ ഇവിടെ തന്നെ ഉണ്ട്. ഫിഞ്ചസും പിന്നെ ഡയമണ്ട് ഡൗ എല്ലാവരും ഒരുമിച്ചാണ്. ഒരു പ്രശ്നമൊന്നുമില്ല. ഒരു ഫിഞ്ചസ് ഇവിടെ പറന്ന് വന്നിട്ടുണ്ട്. അപ്പം അടുത്ത ആളെ നമുക്ക് പിടിക്കാം. ഒരു വൈറ്റ് ഉണ്ട്, നല്ല രസമുണ്ട് ഇതിനെ കാണാൻ. ഞാൻ ആള് നല്ല രസമുണ്ട് കാണാൻ. പോയിക്കോ പോയിക്കോടാ. പറഞ്ഞോ പറഞ്ഞോ. പറഞ്ഞു ഇവർ അവിടെ ഇവിടെയെല്ലാം പോയിട്ട് അടിക്കുന്നുണ്ട്. പെട്ടെന്ന് കാണുമ്പോൾ നെറ്റാണെന്ന് മനസ്സിലാകാത്തതുകൊണ്ട് നമ്മൾ ഡയമണ്ട് അതിലോട്ട് വന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ആളെയും കൂടി പുറത്ത് വിടാം. ആരാ ഇവർ ഫുഡ് കഴിക്കുന്നത്? ഇത് മിറ്റമല്ല. അത് വരുമൊന്നുമില്ല. അതിനെ വാല് ശരിയായി. അപ്പൊ എല്ലാവരും നമ്മ നിലത്ത് വിടാം. ഇനിയിപ്പോ പോയിക്കോ. അടുത്ത ആളെയും പിടിക്കുന്നുണ്ടേ. ഇത് ഏകദേശം നമ്മളെ കാടക്കോയിൻ്റെ ഏകദേശം അതേ കളറാണ്. അതും കൂടി പോട്ടെ. ഞാൻ പോയി ഉണ്ടാ. പൂക്കുറ്റി വിട്ടാലോ അത് വറക്കുന്നത്. ഇത് ലാസ്റ്റത്തെ ആളാണ്, 6ാമത്തെ ആളാണ്. പിന്നെ
ഇവർ ഈ കൂടുതൽ വേസ്റ്റും ഇതെല്ലാം കഴിച്ചിട്ട് നമ്മൾ പ്രത്യേകിച്ചൊരു ഫുഡൊന്നും ഇതിന് കൊടുക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞോ. അപ്പം നമ്മൾ രാധ നമ്മുടെ തലയിൽ വന്നിട്ടുണ്ട്. എന്തിനാ കടിക്കുന്നത്? പിന്നെ നമ്മളെ വീഡിയോസിൻ്റെ താഴെ നമ്മളെ ഫിഞ്ചസ് എല്ലാം എവിടെയെന്ന് ചോദിച്ചിട്ടൊരു കമൻറ്റ് വന്നായിരുന്നു. ഫിഞ്ചസ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്, നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പം കൂട്ടിലെല്ലാം കയറുന്നുണ്ട്, ചട്ടിനകത്തെല്ലാം. ആർക്കും ഒരു പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മളെ ലവ് ബേർഡ്സ് അവരും കൂട്ടിൽ കയറാൻ തുടങ്ങി. ഇപ്പോൾ 2 ദിവസമായിട്ടുള്ള കയറാൻ തുടങ്ങിയിട്ട് ധാരാളം ഉള്ളിൽ പോയി. പിന്നെ പ്രാവ് ഇത് അവിടെ തന്നെ ഉണ്ട്, വിട്ടു ഇതാ. പിന്നെ രാധ ഒരു കളി കളിക്കുന്നുണ്ട് ഇവിടുന്ന്. ഇവിടെ മാല, ഇതിൻ്റെ അകത്ത് കയറി ഇവിടെ മാല, കാതില ഇതെല്ലാം കൊത്തലാണ് മെയിൻ പണി. ഏകദേശം എല്ലാം ഒടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളതാ കൊക്കട്ടയിൽ, കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയ കൊക്കട്ടയിൽ ഇതാ. ഇവർ നമ്മുടെ അടുത്തൊന്നും വരുന്നില്ല, നല്ല പേടിയിലാണ് എല്ലാവരും. പക്ഷെ ഫുഡെല്ലാം കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് വന്ന ദിവസം ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു, ഇപ്പോൾ ഫുഡെല്ലാം കഴിക്കുന്നുണ്ട്. പിന്നെ ഇവരെല്ലാം നമ്മളായിട്ട് ഇതായി നല്ലത്. പിന്നെ നമ്മൾ ഡയമണ്ടാവും ഫിഞ്ചസും എല്ലാം ഇപ്പോൾ എല്ലാവരും ഒരുമിച്ചാണ്. ഇവർക്കൊന്നും അധികം അങ്ങനെ പേടിയൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ നമ്മൾ അടുത്തോട്ട് വന്നാലും അങ്ങനെ നമ്മൾ ഉപദ്രവിക്കാൻ വരുന്നതല്ല എന്ന് ഇവർക്ക് മനസ്സിലായിന്. അതുകൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞൊന്നും പോകില്ല. ഇവരധികം നിലത്ത് തന്നെയായിരിക്കില്ല നമ്മളെ ഡയമണ്ട് ആവുമല്ലോ. അതെ. പിന്നെ നമ്മളെ ലവ് ബേർഡ്സ് ഇതൊരു ചെറിയ ലവ് ബേർഡ്സാണ്. ഇതങ്ങനെ പറക്കുമൊന്നുമില്ല, നിലത്ത് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് പിടിക്കാനെല്ലാം പറ്റും. പറക്കും, പക്ഷെ അങ്ങനെ ഹൈറ്റൊന്നും മറ്റുള്ള ലവ് ബേർഡ്സിനെ പോലെ അങ്ങനെ ഹൈറ്റൊന്നും പറക്കില്ല. നിലത്തു നിന്നുള്ള ഫുഡും ഇതൊക്കെ കഴിച്ചിട്ടാണ് പറക്കും. അധികം നിലത്ത് തന്നെയാണ് ഉണ്ടാവുക. നമ്മൾ ഡയമണ്ട് ആവുകയാണ്. ഇവർക്കൊന്നും ഇപ്പോൾ ഒരു പേടിയുമില്ല നമ്മുടെ അടുത്ത് വരാനൊന്നും. നമ്മൾ പിടിക്കാൻ പോലും അധികം അങ്ങനെ പായൊന്നുമില്ല. പോയിക്കോടാ, പോയിക്കോ. പറഞ്ഞോ പോന്നില്ല. ഇവർക്കൊന്നും ഒരു പേടിയൊന്നുമില്ല ഇപ്പോൾ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മളെ ഈ കിളിക്കൂട്ടിലേക്ക് ഏതെങ്കിലും വെറൈറ്റി പക്ഷികൾ അങ്ങനെ ഏതെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ ആരെങ്കിലും കമൻറ്റ് ചെയ്താൽ നമുക്ക് പറ്റുന്ന നമ്മൾ തീർച്ചയായിട്ടും വാങ്ങിക്കുന്നതായിരിക്കും. ഇട്ടും വന്നിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ പറഞ്ഞോ. ബൈ.